നമസ്കാരം. എസ്കേപ്പ് ഫ്രം സിറ്റി സ്പോർട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിംബ ഇത് സിംബയെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടിച്ചിട്ട് ഇരുത്തിയിരിക്കുക. ഫുൾ സേഫ് ആയിട്ടേ കൊണ്ടുള്ളൂ ഇതിന്റെ ബൊമ്മകളെ. ഇതിന്റെ ടോയ് ആണല്ലേ സിംബ? ടോയ് സിംബ. ഞങ്ങള് ലബണം സ്റ്റേഷനിലാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത്. ഇവിടുന്ന് ഇതൊരു വൈകുന്നേരമാണ്. ഇന്ന് വൈകുന്നേരം നമ്മൾ പോവാൻ പോണത് ഓസ്ട്രേലിയൻ ഓപ്പൺ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതുവരെ ഓസ്ട്രേലിയയിൽ എത്തിയിട്ട് അത് കാണലുണ്ടായിട്ടില്ല. ഇപ്പോഴും നമുക്ക് ഉള്ളിൽ കയറി കാണാനുള്ള പാസ് എടുത്തിട്ടില്ല. പക്ഷേ ഗ്രൗണ്ട് പാസ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ആ ഭാഗത്തു കൂടെയൊക്കെ നടന്നൊരു വലിയ സ്ക്രീനിൽ നിന്നിട്ട് ഇന്ന് ഓസ്ട്രേലിയൻ ഓപ്പൺ കാണാം. ഞാനൊക്കെ കുട്ടിയാകുമ്പോൾ കൂടുതലും ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോള്. പിന്നെ സൈൻ വലിയ ഫുട്ബോൾ ഫാനാണ്. അപ്പോൾ നമ്മൾ ഫുട്ബോൾ കാണും, അല്ലെങ്കിൽ പിന്നെ ക്രിക്കറ്റ് കാണും. ടെന്നീസ് അത്ര അധികം കാണില്ല. പക്ഷേ ഇവിടെ ഓസ്ട്രേലിയ വന്നിട്ട് പിന്നെ ടെന്നീസ് കാണാൻ പറ്റുമോ? ഓസ്ട്രേലിയൻ ഓപ്പൺ ഇത്ര എല്ലാ കാര്യമാണ് പറഞ്ഞത്, പിന്നെ കാര്യമല്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ഗ്രൗണ്ട് പാസ് ഒക്കെ എടുത്തിട്ട് ഇന്ന് വുമൺ ഫൈനലാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോകണം. ലബാനത്ത് നിന്ന് നമ്മൾ റിച്ച്മണ്ടിലാണ് പോയി ഇറങ്ങുന്നത്. അപ്പോൾ ഫ്ലിൻഡേഴ്സിലേക്കുള്ള ട്രെയിൻ പിടിച്ചിട്ട് റിച്ച്മണ്ടിൽ പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. റോഡ് ലിവർ അരീന. ശരിക്കും റിച്ച്മണ്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ കുറേ ഇതുപോലത്തെ സ്റ്റേഡിയംസ് ഉണ്ട്. ഇതില് ഓസ്ട്രേലിയൻ ഓപ്പൺ നടക്കുന്നത് ഇനിയിപ്പോ ഫൈനലായല്ലോ. ഫൈനലൊക്കെ റോഡ് ലിവർ അരീനയാണ്, അല്ലെങ്കിൽ വേറെ 2 കോർട്ടുകളും കൂടി ഉണ്ട്. അതെ, പിന്നെ നമ്മുടെ MCG അതും റിച്ച്മണ്ടിലാണ്. ഒരു ഭാഗത്ത് പോയാൽ എല്ലാ സ്റ്റേഡിയം ഒന്നിച്ച് കവർ ചെയ്ത് ശരിക്കും വരാൻ പറ്റും. സ്പോർട്സ് സെന്റർ എന്ന് പറയാം അല്ലേ? അതെ, അപ്പൊ നമ്മൾ എന്തായാലും റോഡ് ലിവർ അരീനയിലേക്കാണ് ഇന്ന് പോണത്. അങ്ങനെ ടെന്നീസ് കാണാൻ വേണ്ടിയാണ് ആദ്യമായിട്ട് ഞാൻ പോണത്. നമ്മള് ക്രിക്കറ്റ് ഫുട്ബോളൊക്കെയാണ് ശരിക്കും TV വരുമ്പോഴും നമ്മൾ അതിന്റെ മാച്ചൊക്കെ കാണാറുണ്ട്. ടെന്നീസിന്റെ വലിയൊരു ഫാനൊന്നുമില്ല. നഡാലിന്റെ ഡോക്ടർ നമ്മൾ കേട്ടിട്ടുണ്ട്, എപ്പോഴും പത്രത്തിൽ ന്യൂസ് വരുമ്പോൾ കാണും, എനിക്ക് അത്യാവശ്യം ചില മെയിൻ ക്ലിപ്പിംഗ്സ് കാണും, അത്രയൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്നത് ആദ്യമായിട്ട് ഇവിടെ ഓസ്ട്രേലിയയിൽ വന്നിട്ട് ടെന്നീസ് കാണാൻ പോകാൻ, അതും വുമൺസ് ഫൈനൽ. നമ്മൾ വെറുതെ ഗ്രൗണ്ട് പാസ് ആണ് കൊടുക്കണേ, പറഞ്ഞു ഓൾറെഡി. ഗ്രൗണ്ട് പാസ് എടുത്തിട്ട് അവിടെ നിന്ന് കറങ്ങിയ ഒരു ഭാഗത്ത് ഒരു വൈബില് നമ്മൾ കളി കാണാനാണ് ഉദ്ദേശം. ശരിക്കും ഉള്ളിൽ പോയിട്ട് വേണം ശരിക്കും കാണാൻ. പക്ഷേ നമ്മൾ പോവാൻ ടിക്കറ്റ് അത്യാവശ്യം നല്ല എമൗണ്ട് ആണ്, പ്രത്യേകിച്ച് ഫൈനൽസ് ആകുമ്പോൾ. ഉള്ളിൽ കടന്ന് ടിക്കറ്റ് എടുത്തു തന്നെ വിചാരിക്കാം. പക്ഷേ ഇവിടെ കൊണ്ട് പോകാൻ പറ്റില്ല. ഇതിപ്പോ ഉള്ളിൽ പോയിട്ട് 4 കുക്കി കഴിഞ്ഞാൽ മൊത്തം അലമ്പാവും. അത്യാവശ്യം സൈലന്റ് ആയിട്ട് കണ്ടിരിക്കണ ഒരു കളിയാണല്ലോ അത്. അപ്പൊ അതുകൊണ്ട് ഇത് കുറച്ചും കൂടി വലുതായി കളിയൊക്കെ ഒന്ന് ആസ്വദിക്കണ സമയമായാലേ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി പോയിരുന്ന് കാണാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഒരാൾ ഉള്ളിൽ പോയിരിക്കണം, ബാക്കി ഞങ്ങൾ 2 പേര് പുറത്തിരിക്കണം. അത് സുഖമല്ലേ. അപ്പൊ വിചാരിച്ചു ഇനി ഇവിടെ ഇത്തിരി കൂടി വലുതായിട്ട് ഒന്നുകൂടി സെറ്റ് ആയിട്ട് ഉള്ളിൽ എല്ലാവരും കൂടി പോയിരുന്ന് കാണാം. ലയൺ റോർ ചെയ്യാ. ഇത് നമ്മൾ എവിടേക്കാണ് പോണത്? എവിടേക്കാ പോണത്? ടെന്നീസ്. ഈ കാണുന്നത് ആമി പാർക്ക്. ഇതുപോലെ വേറൊരു സ്റ്റേഡിയമാണ്. നമ്മൾ നേരെ റിച്ച്മണ്ടിൽ ഇറങ്ങിയിട്ട് നടക്കുകയാണ്. റോഡ് ലിവർ അരീനയിലേക്കുള്ള നടത്താണ്. കുറേ പേര് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഡൗട്ടായി, ഇനിയിപ്പോൾ സംഭവം പരിപാടി അവസാനിച്ച് തിരിച്ചു വരികയായി അതൊക്കെ. ഇത് ജോൺ കെയ്ൻ അറീന. ഇത് വേറൊരു സ്റ്റേഡിയ. ഒക്കെ അടുത്തടുത്താണ്. അതെ, നമ്മളിവിടെ ടിക്കറ്റ് സെയിൽസ് എന്നൊരു കൗണ്ടർ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി ചോദിച്ചു നോക്കാം. ഒന്നെങ്കിൽ ഇത് ഓൺലൈനിൽ വാങ്ങിക്കാം ടിക്കറ്റ്, ഗ്രൗണ്ട് പാസ്, അല്ലെങ്കിൽ ഇവിടെ പോയിട്ട് നമുക്ക് ഡയറക്റ്റ്ലി വന്നിട്ട് ഇവിടുന്ന് പാസ് എടുക്കുകയും ചെയ്യാം. അപ്പം നമ്മൾ വിചാരിച്ചു ഇന്നിപ്പോൾ ഗ്രൗണ്ട് പാസ് അല്ലേ, ഉള്ളിൽ പോകണമെന്നില്ലല്ലോ. അപ്പോൾ ഇവിടുന്ന് എന്തായാലും കിട്ടുന്നുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ പോയി ഗ്രൗണ്ട് പാസ് വാങ്ങാം. ഓസ്ട്രേലിയൻ ഓപ്പണ് ശരിക്കും 3 അരീനയിലാണ് കളികൾ നടക്കുന്നത്. ജോൺ കെയ്ൻ അരീന, മാർഗരറ്റ് കോർട്ട് അരീന, പിന്നെ റോഡ് ലിവർ അരീന. അപ്പോൾ ഇതിലെ റോഡ് ലിവർ അരീനയിലാണ് ഫൈനൽസ്, എപ്പോഴും സെമി ഫൈനൽസൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഗ്രൗണ്ട് പാസ് എടുത്തിട്ട് നേരെ പോണത് റോഡ് ലിവർ അരീനയിലേക്കാണ്. ഇവിടുത്തെ ഒരു
പ്രത്യേകത കേട്ടോ. എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടായി വിചാരിക്കാം, അത് ഈവൻ ക്രിസ്മസ് ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഓസ്ട്രേലിയൻ്റെ ആവട്ടെ, ഇതുപോലെ ടെന്നീസ് കളിയാവട്ടെ, എന്തായാലും ആ ഒരു സ്ഥലത്ത് ഇവരിതുപോലെ പൂച്ചെടികളൊക്കെ വെച്ച് ഫുൾ സെറ്റാക്കി ഉണ്ടാവും. ഇത് കഴിയുമ്പോൾ അവർ കുറേ സംഭവങ്ങളൊക്കെ ഇവർ ഇവിടുന്ന് കൊണ്ടുപോയി വേറെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും, വല്ല ഗാർഡനിലൊക്കെ കൊണ്ടുവയ്ക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു സംഭവം വരുമ്പോൾ വീണ്ടും ആ ഒരു സീസണിന് പറ്റിയ പൂക്കളും സംഭവങ്ങളൊക്കെ വീണ്ടും ഇവിടെ അലങ്കരിക്കും. അങ്ങനെ നമ്മളിതാ റോഡ് ലിവർ അരീനയുടെ തൊട്ട് മുന്നിലെത്തി. നമ്മുടെ എൻട്രൻസ് ഭാഗത്താണ്. ഇതിനുള്ളിൽ കൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രൗണ്ടിൻ്റെ പുറത്ത് എല്ലാ ഭാഗത്തും നടക്കാം. വലിയ സ്ക്രീൻ വെച്ചിട്ടുണ്ടാവും, അവിടെ നിന്നിട്ട് നമുക്ക് ആരാംസെ കളിയൊക്കെ കാണാം. ഉള്ളിലേക്ക്, നമ്മുടെ അരീനയുടെ ഉള്ളിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല, അതിന് അത്യാവശ്യം നല്ല എമൗണ്ട് ആണ്. ഇപ്പോൾ ഇതേപോലെ ഗ്രൗണ്ട് പാസിന് വേണ്ടിയിട്ട് ഒരാൾക്ക് $19 വരേണ്ടത്. കളിക്കുകയാണെങ്കിൽ 289 ഇന്ന്. അതേ ഉള്ളൂ, അതിനും വലിയ ടിക്കറ്റ് ഒക്കെ ഉണ്ട് ശരിക്കും. അതെ, പക്ഷേ 289 ശരിക്കും പറയും ഇവിടുത്തെ ആളുകളെ വെച്ച് നോക്കി അതൊരു വലിയ എമൗണ്ട് ഒന്നുമല്ല കേട്ടോ. എല്ലാവരും വന്ന് കളി കാണുന്നതാണ്. ജോക്കോവിച്ചിന്റെ കളിക്കൊക്കെ എത്രയായിരുന്നു? 1000-ലധികമൊക്കെയാണ്. ഈ വുമൻസ് ഫൈനൽ പറയുമ്പോൾ ഇവർക്കൊരു വിലയില്ലാത്ത പോലെ തോന്നുന്നു. ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തുട്ടോ, ഇവിടെ ലോകത്തുള്ള മൊത്തം ആളുകൾ ഇവിടെ തോന്നുന്നത്. നല്ല തിരക്ക്, ഒരു പൂരപ്പറമ്പിൽ വന്ന പോലെ. ഇവിടെ കുറേ പേര് സൺസ്ക്രീൻ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ന് വെച്ചാൽ എപ്പോഴും സൺസ്ക്രീൻ തേക്കണം, അല്ലെങ്കിൽ നമുക്ക് സൺബേൺ വരും. അപ്പോൾ അതും കൊണ്ട് ആളുകൾ നടക്കുന്നുണ്ട്. നല്ല തണുത്ത വെള്ളം കൊണ്ട് വേറെ കുറേ പേര് നടക്കുന്നുണ്ട്. നമുക്ക് വെള്ളം കുടിക്കണം തന്നെ വെള്ളം കുടിക്കാം, ഒക്കെ ഫ്രീ ആണ്, എല്ലാം ഫ്രീ ആണ്. ഇവിടെ തന്നെ ഷവറോ സംഭവം എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടുള്ള ദിവസമായിരുന്നു. അപ്പോൾ ആളുകൾ ചുട്ട് ബുദ്ധിമുട്ടണ്ട. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിനെ നടന്നു പോയി കഴിഞ്ഞാൽ ഒന്ന് ആകപ്പാടം തണുക്കാം. വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യണം മുകളിൽ നിന്ന്. അപ്പോൾ ഇതേ പോയി കഴിഞ്ഞാൽ മൊത്തം ആ ഒരു സ്ഥലത്ത് മൊത്തം ക്ലൈമറ്റ് ഒന്ന് തണുക്കും, സ്ഥലം ഒന്ന് തണുക്കും. അതാണ് പിള്ളേരെ കോടി കളിക്കുന്ന കാര്യങ്ങളും കൂടെ. എന്താ ഒരു തിരക്കല്ലേ! ഞാൻ മുമ്പ് ഇവിടെ വന്നപ്പോൾ ഇത്ര അധികം തിരക്ക് തോന്നിയില്ല കേട്ടോ എനിക്ക്. ഇതേ അവിടെ ഗ്രൗണ്ട് കാണണോ? ആ കാണല്ലോ. എന്നാ പോവാ. കോട്ട് ഗ്രൗണ്ടല്ല, കോട്ട്. നമ്മളേ ഇപ്പോൾ കിയ അരീനയിൽ വന്നിരിക്കുകയാണ്. ഇവിടെ വീൽ ചെയർ ടെന്നീസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കളി കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഇങ്ങനെ നമുക്ക് നിർത്തുന്ന ഈ കോട്ടെന്ന് കാണാം. ഇതൊരു ഓപ്പൺ എയർ ആയിട്ടുള്ളൊരു ടെന്നീസ് സ്റ്റേഡിയമാണ്. നമുക്കിവിടെ വരുന്ന ആളുകൾക്ക് ഈ ഒരു ടെന്നീസ് സ്റ്റേഡിയം കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അത് ഓപ്പൺ ആക്കി കൊടുത്തിരിക്കുക. അപ്പോൾ നമുക്ക് റോഡ് ലെവൽ അരിയുടെ ഉള്ളിലേക്ക് കിടക്കാൻ പറ്റില്ല, കാരണം നമുക്ക് അതിൻ്റെ പാസ് ഇല്ലല്ലോ, ഗ്രൗണ്ട് പാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടെന്നീസ് സ്റ്റേഡിയത്തിൻ്റെ ഒരു രീതി കാണാം. ഇവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കാം. ഇപ്പോൾ ഇവിടെ താഴത്ത് കുറച്ച് പഴയ നമ്മുടെ ചാമ്പ്യന്മാരൊക്കെ ഉണ്ട്. വീൽ ചെയർ ടെന്നീസ് നടത്തുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ചാമ്പ്യന്മാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഒപ്പം എല്ലാവരും ഭയങ്കര സെൽഫി എടുക്കലൊക്കെയാണ് അപ്പോൾ താഴത്ത് നടക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേഡിയത്തിൻ്റെ, ഒരു ടെന്നീസ് സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്ക് പോണത്. അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. 7:30 അവിടെ കളി തുടങ്ങുക. അപ്പോൾ കളി തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ ഇവിടുത്തെ ഈ സ്റ്റേഡിയം ഒക്കെ ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മൾ പുറത്ത് പോയിരുന്നിട്ട് പുറത്തതുപോലെ വലിയ വലിയ സ്ക്രീൻസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് നല്ലൊരു സ്ഥലം പിടിക്കുക, അവിടെ പോയിരിക്കുക, കളി കാണുക. അങ്ങനെ കളിയൊക്കെ കണ്ട് രണ്ടുപേരും ഇതേ വരുന്നു. കളിയൊക്കെ ഇഷ്ടമായോ? ആ, തീരുമാനമായി. ഇവിടെ ഓടാൻ ഇറങ്ങി, ഞാൻ അവളുടെ പിരാകട്ടെ. ടെന്നീസിലേക്ക് വലിയ കളികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളിതാ ഫൈനൽസ് നടക്കുന്ന റോഡ് ലെവൽ അരീനയുടെ നേരെ മുമ്പിലാണ് ഇപ്പോൾ നിൽക്കണേ. ഭയങ്കര വൈബാണ്. സൈന് ശരിക്കും ടിക്കറ്റ് എടുക്കാത്തതിന് വിഷമമായിട്ട് വയ്യ. റാൾഫ് ലോറൻ്റെ ഇവിടുത്തെ ഷോറൂമാണ് ഇതിൻ്റെ ഉള്ളിൽ. സോവനിയേഴ്സൊക്കെ കിട്ടും. അതിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് തിരക്കാണ്. അതിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണിത്. ഞാനൊരു 2 കൊല്ലം മുമ്പ് ഇവിടെ വന്നിരുന്നു. അന്ന് ഇതേപോലെ തന്നെ വിമൻസ് ഫൈനലിൻ്റെ ഇതേ ദിവസം തന്നെയാണ് ഞാൻ വന്നത്. അന്ന് എന്താ തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഇത്ര അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. മേ ബി കോവിഡൊക്കെ കഴിഞ്ഞ് അന്ന് ജസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആളുകളൊന്നും അധികം വന്നിട്ടുണ്ടായില്ല. ഇന്നിപ്പോൾ എന്തൊരു ഭയങ്കര തൃശ്ശൂർ പൂരത്തിൻ്റെ പോലെ തിരക്കാണ്. അത്ര അധികം ആൾക്കാർ. ഇതാണ് നമ്മുടെ ഗപ്പ്. എല്ലാവരും കപ്പിൻ്റെ മുമ്പിൽ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്.
ഇത് ഇവിടെ ടെന്നീസ് കളി ഉള്ളിൽ നടക്കുമ്പോൾ മീഡിയ പേഴ്സൺസ് ഒക്കെ ഇരിക്കുന്ന ഒരു സ്ഥലം. ഇവിടെ നിന്നാണ് നമ്മൾ എപ്പോഴും കാണില്ല ഒരു റൂം, കുറേ ആളുകൾ ഇരുന്നിട്ട് അതിനെ പറ്റി പറയുകയും ഒക്കെ ചെയ്യണത്, അതുപോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടുന്ന് ആ ക്യാമറ ഇങ്ങോട്ട് തിരിയുമ്പോൾ എല്ലാവരും ഹായ് പറയാൻ വേണ്ടി നിൽക്കുകയാണ്, എല്ലാവരും കൂക്കി വിളിക്കുകയാണ് ഹായ് എന്ന്. ചിലപ്പോൾ നമ്മുടെ തലങ്കാനും ടി വിയിൽ വന്നാലും. ഇതാണ് സംഭവം. കുഴപ്പമില്ല, ഒരു ഫ്ലേവേർഡുള്ള ഒരു വെള്ളം. ഐസ് ടീ എന്നൊന്നും അതെ, ഐസ് ടീ എന്നൊക്കെ പറയണേ, പക്ഷെ അത്രയ്ക്ക് വലിയ ഫ്ലേവർ ഒന്നും ഇല്ല. എന്നാലും വെറുതെ ഫ്രീ ആയിട്ട് 3 ഫ്ലേവേഴ്സ് ഉണ്ട് അവിടെ. ഞാൻ കഴിച്ചത് ഐസ് ടീ പീച്ച്. ഇതെന്താ പടക്കോ? ഓ, ഇതാണ് AO ഷോപ്പ്, ഓസ്ട്രേലിയൻ ഓപ്പണിൻ്റെ മെർക്കൻഡൈസ്. ഇവിടെ നമുക്ക് ഓസ്ട്രേലിയൻ ഓപ്പൺ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങാൻ കിട്ടും. നമ്മുടെ ബോള്, പിന്നെ തൊപ്പി, ടീഷർട്ട്, റാക്കറ്റ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് പോയി നോക്കാം. ഇവിടെ ഇഷ്ടംമാതിരി ടീഷർട്ടുകളും സംഭവങ്ങളും അവൈലബിൾ ആണ് കേട്ടോ. എന്ത് വേണമെങ്കിൽ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, ഈ ടെന്നീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് സംഭവങ്ങളുണ്ട്. ബാക്ക് പാക്ക് ഉണ്ട്, ചെറിയ പില്ലോസ് ഉണ്ട്, കുറേ സംഭവങ്ങളുണ്ട്. ഇതാ കുഞ്ഞു കുട്ടികളുടെ ഷർട്ടും ട്രൗസറൊക്കെ അങ്ങനത്തെ ഉണ്ട്. കുറേ തൊപ്പികളുണ്ട്, അടിപൊളി തൊപ്പികൾ, സൂപ്പർ തൊപ്പികൾ കേട്ടോ. തൊപ്പി സ്ഥലത്താണ് ഏറ്റവും നല്ല തിരക്ക്. ചെറിയ കീ ചെയിൻസ് ഉണ്ട്, പിന്നെ അതാ പെന്നുണ്ട്. നമ്മളെടുത്ത സാധനം ഇതാണ് കപ്പ്. ഇനി മുതൽ എന്നും അതിൽ കാപ്പി കുടിക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റേഡിയത്തിന്റെ തൊട്ട് മുന്നിൽ ഇവിടെ അങ്ങനെ ഒരു വലിയ ബോർഡുണ്ട്. കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരുടെ ഫോട്ടോയോട് കൂടിയിട്ടുള്ളൊരു ബോർഡാണ്. ഒരു സൈഡിലെ മെൻ സിംഗിൾ റോഡ്, മറ്റേ സൈഡിൽ വുമൻസിൻ്റെയും. അപ്പോൾ 2025 ആദ്യത്തെ മുതൽ ഇപ്പോൾ വരെ ആരൊക്കെയാണ് കളിച്ചത്, ആരൊക്കെ തമ്മിലായിരുന്നു കളി, ഇനിയിപ്പോൾ ഫൈനൽസ് ആരൊക്കെയാണ്, എല്ലാം നമുക്ക് ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പോൾ കഴിഞ്ഞ അവിടുത്തെ ചാമ്പ്യൻസ് ആരൊക്കെയാണെന്ന് നമുക്കറിയാലോ, സബലങ്കയും സിന്നറുമാണ്. അപ്പോൾ ഇന്നത്തെ കളി സബലങ്ക വേഴ്സസ് കീസ്. സബലങ്ക ബെലാറസ് എന്നുള്ളൊരു ടെന്നീസ് പ്ലെയറാണ്, മാഡിസൺ കീസ് US. അപ്പോൾ ഇവർ തമ്മിലുള്ള ഫൈനലാണ് ഇന്നിപ്പോൾ. ഇതാ ഒരു 10 മിനിറ്റിനുള്ളിൽ കളി തുടങ്ങും. നമുക്ക് ഇനി വേഗം പോയിട്ട് ഏതെങ്കിലും സ്ക്രീൻ പിടിക്കാം, പോയി കളി കാണാം. ഭാഗത്ത് കളിക്കാനുള്ള കുറേ സംഭവങ്ങളുണ്ട്. എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് കുട്ടികൾ. ഇങ്ങനെ ടേബിൾ ടെന്നീസിന്റെ കുറച്ച് കോർട്ട് ഉണ്ട്, അല്ലാതെ അവിടെ ഇങ്ങനെ സംഭവം ടെന്നീസ് അടിച്ച് കളിക്കാനുള്ള നല്ല രസം കേട്ടോ. ഇവിടെ കുറച്ച് എന്റർടൈൻമെന്റ് ആണ് ഈ ഭാഗത്ത്. നമ്മളങ്ങനെ അടുത്ത അരീനയുടെ അടുത്തേക്ക് എത്തി. അതെ,
ഇതങ്ങനെ നമ്മൾ നടന്ന് വേറൊരു കോർട്ടിലെത്തി. ഇത് എന്താ ജൂനിയേഴ്സിൻ്റെ കളി നടക്കുന്ന സ്ഥലമാണോ പോലെ? കോർട്ട് 3 എന്നാണ് ഇതിൻ്റെ പേര്. അതെ അതെ, മാർക്കറ്റ് കോർട്ടിന് തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെ ഒരു 3A ഉണ്ട്, അപ്പുറത്ത് 3B ഉണ്ട്. അങ്ങനെ കളി തുടങ്ങിയിട്ടുണ്ട്. ഇതാ അവിടെ സ്ക്രീനിൽ കാണാനില്ലേ, അവിടെയാണ് കളി നടക്കുന്നത്. കളി കാണാനുള്ള തിരക്കുണ്ടല്ലേ. റോഡ് ലെവർ അരീനയുടെ മുന്നിലാ. സബലങ്ക തോറ്റുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ അങ്ങനെ ഫുൾ വലിയ സ്ക്രീൻസിൽ അടിപൊളിയായിട്ട് കാണാം. ഇവിടെ മാത്രമല്ല, ഈ ഒരു റോഡ് ലെവർ അരീനയുടെ ചുറ്റും ഇതുപോലെ നിറയെ സ്ക്രീൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് ഇരിക്കാം, ഇരുന്ന് സുഖമായിട്ട് കാണാം. ഈ ഭാഗത്താണ് ഏറ്റവും അധികം തിരക്കുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി തിരക്കിൽ കാണാനുള്ളൊരു വൈബ്. അപ്പോൾ ഈ ഭാഗത്തേക്ക് വന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ചാമ്പ്യൻ പൊട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താവും അവസാനം എന്നറിയില്ല. ഇപ്പോൾ തുടക്കം എന്തായാലും അവർക്ക് അത്ര ലക്കില്ല. അച്ഛനും മകളും രണ്ടുപേരും തിന്നുകൊണ്ടിരിക്കുക. ഒരാൾ ഐസ്ക്രീം കഴിക്കുന്നു, ഒരാൾ ന്യൂഡിൽസ്, വിയറ്റ്നാമീസ് ന്യൂഡിൽസ്. അടിപൊളി കളിയാട്ടോ, അതല്ലേ, സൂപ്പർ കളിയാ, അടിപൊളി. തകർത്ത വിളിച്ച്. പക്ഷെ രണ്ടാമത്തെ റൗണ്ട് എത്തിയപ്പോൾ നമ്മുടെ സെബലിംഗ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. നമ്മള് സെബലങ്കയെ സപ്പോർട്ട് ചെയ്ത്. അപ്പൊ എന്താവും നോക്കാം. ഇത് തകർത്ത് ചാടി മറിഞ്ഞ് കൈയടിച്ചോണ്ടിരിക്കുകയാണ്. ഇത് എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട്. അങ്ങനെ ഞങ്ങൾക്ക് ചാരികസാരയും കിട്ടി. മുമ്പ് ഒരു സ്ക്രീനും ഒരു ചാരികസാരയും. കളിയൊക്കെ രണ്ടാമത്തെ റൗണ്ടിൽ ഇപ്പോൾ കുറേ പേരൊക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് സീറ്റൊക്കെ കിട്ടി, സുഖമായിട്ട് ഇപ്പോൾ ചാരികസാര ചെയ്തിട്ടാണ്. നൈറ്റ് വ്യൂ സൂപ്പർ. റോഡ് ലെവർ അരീനയുടെ അടിപൊളിയുണ്ട്. ഇപ്പോൾ 9:20 സമയം, 9 മണി കഴിഞ്ഞപ്പോഴേക്കും 8ആയി. അതെ അതെ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സംഭവങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഇവിടെ വന്നിട്ട് ഓസ്ട്രേലിയ ഓപ്പണിന്റെ ഫൈനലില് വുമൻസ് ഫൈനൽ നമ്മൾ അടിപൊളിയായിട്ട് കണ്ടു, ആസ്വദിച്ചു. ശരിക്കും ഉള്ളിൽ പോയെങ്കിലും ഇവിടുത്തെ ഒരു വൈബിൽ കാണാൻ ഭയങ്കര രസമായിരുന്നു. ഇതും കുറേ നേരം അത്യാവശ്യം നന്നായി എൻജോയ് ചെയ്തു. ഇപ്പോൾ അതിന് കുറേശ്ശെ വെയ്യേണ്ടായി, എനിക്ക് കിടക്കണം ഇരിക്കണം അങ്ങനെയൊക്കെ ആയി. അപ്പോൾ വിചാരിച്ചു ഞങ്ങൾ പതുക്കെ നമുക്ക് നല്ല വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കി ഇതുപോലത്തെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.
സെവനൊക്കെയാണ് സപ്പോർട്ട് ചെയ്ത് വെച്ചാലും ജയിച്ചത് കീസാണ്. പക്ഷെ അതിൽ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി. അടിപൊളി കളിയായിരുന്നു. ഫുൾ ഇഞ്ചോടിഞ്ച് പോരാടായിരുന്നു. നല്ല അടിപൊളി ഫൈനൽ മാച്ച്. നമ്മൾ ഈ സബലങ്കയുടെ കളി കണ്ടിട്ടുണ്ടായിരുന്നു മുമ്പ്, അപ്പോൾ അതുകൊണ്ട് സബലങ്കയെ സപ്പോർട്ട് ചെയ്തതാണ്. അതെൻ്റെ കീസിനോട് നമുക്ക് വെറുപ്പൊന്നുമില്ല. നമുക്ക് അതെ, ഒരു കളി കാണുമ്പോൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു രസമുള്ളൂ കളിക്ക്. പക്ഷെ അത് നമ്മൾ നന്നായി എൻജോയ് ചെയ്തു. കാരണം ഫസ്റ്റ് സെറ്റ് കീസ് ജയിച്ചു, സെക്കൻഡ് സെറ്റ് സബലങ്ക തിരിച്ചടിച്ചു, അങ്ങനെ മൂന്നാമത്തെ സെറ്റ് ശരിക്കും എല്ലാം ഇഞ്ചോട് ഇഞ്ച് പോരാട്ടം. അതെ, തകർത്തു. എന്തായാലും കളി എൻജോയ് ചെയ്തു. അതെ, എന്തായാലും നമ്മൾ വന്ന ആദ്യത്തെ ഒരു മാച്ച് അടിപൊളിയായി. ഇനി അടുത്ത തവണ ഞങ്ങൾ ഇതുവിനെ കൊണ്ടുപോകാൻ പറ്റുമോ അറിയില്ല, ഇല്ലെങ്കിലും ഞങ്ങൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അരീനയിൽ പോയിരുന്നിട്ട് നമ്മൾ കളി കാണും. അപ്പോൾ ഇനി വീട് പോട്ടെ, ബൈ.